ഹലോ ഗൈസ്, ആനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1281 മലയാളം മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മാങ്ക എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെതായ ഒരു ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് എനിക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആനിമേ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോട്ട് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് എ ഗോഡ് ആൻഡ് ഡെവിൽ എന്നാണ്. അതുപോലെ തന്നെ കവർ പേജിൽ നമുക്ക് ക്യാരറ്റിനെ കാണാനായിട്ട് സാധിക്കും. ക്യാരറ്റ് ആണെങ്കിൽ അവിടുന്ന് കുറച്ച് ഷാർക്കിന്റെ തലയിലൂടെ നടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ 14 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് ഹോൾസ് കൊട്ടാരത്തിൽ നമ്മുടെ ഹറാൾഡ് നിൽക്കുന്ന സമയം. ഈ എൽബഫിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ് ഞാൻ. ലോക്കി, എന്നെ കൊന്നിട്ട് ആ ഒരു ത്രോൺ നീ ഏറ്റെടുക്കണമെന്ന് ഹറാൾഡ് പറയുന്നു. ഇതൊക്കെ പ്രസന്റ് ടൈമിൽ ഓർത്തിരിക്കുന്ന ലോക്കി ആണെങ്കിൽ പറയും, ഒരു ജയന്റിന്റെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 300 വർഷത്തോളാണ്. പക്ഷേ എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയം അദ്ദേഹത്തിന് വെറും 144 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹം മരണത്തിന്റെ കീഴടങ്ങിയത്. നീയാണ് എൻ്റെ അച്ഛനെ ട്രിക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണവും നീയാണെന്ന് ലോക്കി പറയും. ആ ഒരു സമയം ഇമു തിരിച്ചു പറയുന്നുണ്ട്, ഹറാൾഡിന്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ആർക്കാണെന്നറിയാവോ? അത് മൂനാണ്. അതും കൂടെ കേട്ടതോടുകൂടി നമ്മുടെ ലോക്കിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അവന്റെ ഹാമർ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം ഇമുനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. പെട്ടെന്ന് അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അതായത് അവന്റെ അച്ഛൻ അവനോട് പറയാണ്, എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല, പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൽബഫിന്റെ ഫ്യൂച്ചറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലോക്കി ഇങ്ങനെ ഓർക്കുന്നുണ്ടാവും. ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഓർത്തിരുന്ന ലോക്കി ആണെങ്കിൽ ഇമ്മോട് ചോദിക്കും, എന്തായിരുന്നു എൻ്റെ അച്ഛനെ നീ അന്ന് ചെയ്തെന്ന് പറയുന്ന സമയത്ത് ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഇടിമിന്നൽ വന്ന് നമ്മുടെ ലോക്കിയുടെ ഹാമറിൽ വന്ന് കോട്ടാവും. അതിനുശേഷം ഒരു നെയിംഡ് അറ്റാക്ക് തന്നെ നമ്മുടെ ഇമ്മുവിന് നേരെ ലോക്കി യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു അറ്റാക്ക് ചെയ്യാൻ വരുന്ന ലോക്കിയെ കണ്ട ഇമ്മു ആണെങ്കിൽ അവന്റെ കയ്യിലൊരു വലിയൊരു ഒമൻ ക്രിയേറ്റ് ചെയ്യുകയും അതായത് വലിയൊരു ബ്ലാക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുകയും ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ആ ഒരു അറ്റാക്കിലൂടെ അവിടെ ഒരു വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കുന്നുണ്ടാവും. ആ ഒരു ബ്ലാസ്റ്റിന്റെ ആഘാതത്തിൽ നമ്മുടെ ബോണിയും സാഞ്ചിയും ഒക്കെ അവിടെ നിന്ന് തെറിച്ച് വീഴുന്നതായിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. സോ നമ്മുടെ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നമ്മുടെ ഇമു ബ്ലോക്ക് ചെയ്ത് കണ്ട ലോക്കി ആണെങ്കിൽ നെട്ടിത്തിരിച്ചിരിക്കുകയാണ്. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ഒരു അറ്റാക്ക് നീ തടഞ്ഞെന്നോ? എന്ത് തരം ശക്തിയാണത്? എന്താണ് ആ ഒരു ബ്ലാക്ക് ഫ്ലെയിം എന്നുള്ള കാര്യം നമ്മുടെ ലോക്കി നമ്മുടെ ഇമുവോട് ചോദിക്കുന്നുണ്ട്. ഓ ഇതിന്റെ പേരാണ് ഒമൻ. ലളിതമായി പറഞ്ഞാൽ ഇമുയുടെ വെറും സൈനിക ശക്തി മാത്രമാണെന്ന് പറയുന്ന സമയത്ത് ഇമു ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിലോട്ട് കുറച്ചധികം ബ്ലാക്ക് ഫ്ലെയിംസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ഒരു ബ്ലാക്ക് ഫ്ലെയിംസ് ആണെങ്കിൽ ഇമുസമയുടെ ശരീരത്തിലോട്ട് കയറുകയും നമ്മുടെ ലോക്കിയുടെ സൈസിന് അത്രത്തോളം നമ്മുടെ ഇമുസമ വലുതാകുകയും ചെയ്യും. ഇതൊക്കെ കാണുന്ന ലോക്കി ആണെങ്കിൽ നെട്ടിത്തെരിച്ചുകൊണ്ട് ഇമുവോട് ചോദിക്കും, എന്ത്, നിനക്ക് നിന്റെ ശരീരം ജയന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മുടെ ഇമുവോട് ലോക്കി ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ഇമു ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്ന ആ ഒരു വെപ്പണിൽ ഒരു വലിയ രീതിയിലുള്ള ബ്ലാക്ക് ഫ്ലെയിം തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലോക്കിക്ക് നേരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ലോക്കി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകളിലുണ്ടായിരുന്ന ആ റാഗ്നി വെച്ച് ആ ഒരു അറ്റാക്ക് ബ്ലോക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ലോക്കി പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇമു നമ്മുടെ ലോക്കിയുടെ മുകളിലോട്ട് ചാടി അദ്ദേഹത്തിന്റെ വെപ്പൺ ചേഞ്ച് ചെയ്ത് ഒരു വലിയ രീതിയിലുള്ള സോഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ലോക്കിയുടെ നെഞ്ചത്തേക്ക് തന്നെ കുത്തിയിറക്കും. ആ ഒരു അറ്റാക്കിന്റെ പേരാണ് നെമിസിസ് എന്നുള്ളത്. അതായത് നമ്മുടെ മിഹോക്ക് എങ്ങനെയാണ് മറൈൻ ഫോർഡിൽ നമ്മുടെ ലൂഫി അറ്റാക്ക് ചെയ്യാൻ വന്നത്, ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ ഇമു സമയം നമ്മുടെ ലോക്കിയെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അറ്റാക്കൊക്കെ കൊണ്ട് ലോക്കി ആണെങ്കിൽ അവന്റെ വായിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ നിന്നൊക്കെ വളരെയധികം ബ്ലഡ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു സമയം ഇമുസമ പറയും, ഈ സ്ട്രെങ്ത് എന്നുള്ളത് വെറും ഒരു ആട്രിബ്യൂട്ട് മാത്രമാണ്. അത് മനുഷ്യർ സ്വാഭാവികമായും കൊതിക്കുന്ന ഒന്നാണ്. എന്നിട്ടും ആ ആഗ്രഹം എളുപ്പത്തിൽ തന്നെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയും അഴിമതിയിലൂടെ. അതിനായി ഒരാൾ തന്റെ ഇഷ്ടം ഒരു ഉടമ്പടിക്ക് കീഴടക്കിയാൽ മാത്രം മതി എന്നുള്ള കാര്യവും നമ്മുടെ ഇമു നമ്മുടെ ലോക്കിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ലോക്കി ആണെങ്കിൽ ഇമുവിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വീണ്ടും റാഗ്നിയെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇമു ആണെങ്കിൽ ലോക്കിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അതായത് ഈ പവേഴ്സ് എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകുന്നതാണ്, പക്ഷേ ഇത് മൂന്നും കൂടി ചേർത്താൽ മാത്രമാണ് ഡൊമീനി എന്ന് പറയുന്ന സമയത്ത് ഇമു ലോക്കിയെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ ലോക്കി ആണെങ്കിൽ അവന്റെ ആ റാഗ്നിയെ വെച്ച് ആ അറ്റാക്ക് തടയുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു എക്സ്പ്ലോഷന്റെ ഇടയിൽ ലോക്കി വരെ തെറിച്ചു പോകുന്നുണ്ട്. ഈ ഒരു സമയം ലോക്കിയോട് ഇമു ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണോ ആ ഒരു പവർ, അതായത് ദൈവത്തിന്റെ പവർ? നിനക്ക് വേണമെങ്കിൽ ഞാനത് തരാൻ തയ്യാറാണ്. ഈ ഒരു പവർ കിട്ടിയാൽ നിനക്ക് ഇപ്പോഴത്തേക്കാൾ ഇരട്ടി സ്ട്രോങ്ങർ ആണെന്നുള്ള കാര്യം ഇമു ലോക്കിയോട് പറയുന്നുണ്ട്.
ഇതൊക്കെ കേട്ട് പിറകിലോട്ട് വീഴാൻ പോകുന്ന ലോക്കി ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്കത് വേണ്ടടാ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവൻ അവരുടെ റാഗ്നിയർ വെച്ച് ഇമ്മുനെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു അറ്റാക്കൊക്കെ ചെയ്തതിന് ശേഷം ലോക്കി വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ലോക്കി ചോദിക്കും, ഗോഡ്സ് ഡൊമൈൻ അതാണ് നിന്റെ പവർ അല്ലേ? പക്ഷേ എനിക്ക് ഈ ഒരു ഡീലിംഗ് ഒക്കെ കേട്ടിട്ട് ഒരു ചെകുത്താനോട് ഡീല് ചെയ്യുന്നത് പോലെയുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ലോക്കി പറയും. ഈ ഒരു അറ്റാക്ക് നടന്ന സ്ഥലം മുഴുവനായിട്ട് ഇമ്മുടെ ആ ഒരു ബ്ലാക്ക് ഫ്ലെയിം ചിന്നിച്ചിതറി കിടക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഇമ്മു നമ്മുടെ ലോക്കിയുടെ ആ ഒരു അറ്റാക്ക് ഡോഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലോക്കിയുടെ പിന്നിൽ വന്ന് ഇമ്മു ചോദിക്കുന്നുണ്ട് ഈ ഗോഡും ഡെവിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത്. ആ ഒരു സമയം ലോക്കി ആണെങ്കിൽ അവൻ്റെ റാഗ്നിയർ എടുത്ത് ഇമ്മുനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ലോക്കി പറയുന്നുണ്ട് എനിക്കൊരുത്തിൻ്റെയും ആധിപത്യത്തിൻ്റെ കീഴിൽ അടിമയായി ജീവിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളത്. ആ ഒരു സമയം ഇമ്മു തിരിച്ച് ലോക്കിയോട് പറയുന്നുണ്ട് ഈ ലോകം തന്നെ ഇപ്പോൾ ഒരു ആധിപത്യത്തിൻ്റെ കീഴിലല്ലേ, എന്താ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇമ്മു ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതായത് അവിടെ ഒരു സിൽവറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ജോയ് ബോയ് ആണ്, മറ്റേത് നമ്മുടെ ഇമ്മു ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇമ്മു ആണെങ്കിൽ അതായത് നമ്മുടെ ഫസ്റ്റ് കാണിച്ച പോലെ ഒരു ഷാഡോയിൽ ഒരു ക്രോണൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് അത് നെഫർട്ടറി ലില്ലി ആവാനാണ് സാധ്യത. അതായത് നമ്മുടെ ജോയ് ബോയും ലില്ലിയും നിൽക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കണം നമ്മുടെ ഇമ്മു സമൂഹം ഓർക്കുന്നത്. ഈ ഒരു ഫ്ലാഷ് ബാക്ക് കണ്ടിരുന്ന ഇമ്മു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയല്ലേ, എന്താ ശരിയല്ലേ ജോയ് ബോയ് എന്നുള്ള കാര്യം വളരെ അട്ടഹാസത്തിലൂടെ നമ്മുടെ ഇമൂസമ അവിടുന്ന് അലറുന്നുണ്ട്. ഒരു ഫ്ലാഷ് ബാക്കിൽ മുഴുകിപ്പോയ ഇമൂസമയെ ലോക്കി ആണെങ്കിൽ അവൻ്റെ റാഗ്നിയർ എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമ്മുവിൻ്റെ അടുക്കൽ നിന്ന് വളരെ മാസീവ് ആയിട്ടുള്ളൊരു ഹാക്കി അവിടെ ഫുള്ളി സ്പ്രെഡ് ആകുന്നുണ്ട്. അതായത് നമ്മുടെ ലൂഫിയുടെ അടുത്തൊക്കെ ആ ഒരു ഹാക്കിയുടെ പ്രസൻസ് എത്തിയിട്ടുണ്ട്. ഈ ഇമ്മുവിൻ്റെ ഹാക്കിയുടെ പ്രസൻസ് പറഞ്ഞ ലൂഫി ആണെങ്കിൽ പറയുന്നുണ്ട് വന്നിരിക്കുന്നവൻ വളരെയധികം കുഴപ്പക്കാരനാണ്, ഇവനെ ഡിഫീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഫുഡ് കഴിക്കണം, എനിക്ക് ഇനിയും എനർജി വേണം, എൻ്റെ ഡ്രെയിനായിപ്പോൾ എനർജി എനിക്ക് എന്തായാലും തിരിച്ചു പിടിച്ചാൽ പറ്റൂ, ഇനിയും ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാരി വലിച്ച് നമ്മുടെ ലൂഫി അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അതായത് എനിക്ക് ഈ ഒരു ഫുഡ് മൊത്തം കഴിച്ചാൽ മാത്രമാണ് എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, എനിക്ക് ഈ ഒരു ബാറ്റിൽ ജയിച്ചേ പറ്റൂ, എന്നാൽ മാത്രമാണ് എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൂഫി അവിടുന്ന് വാരി വലിച്ച് കഴിക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ മുഴുകിയ ഇമുവിനെ നമ്മുടെ ലോക്കി ആണെങ്കിൽ അവൻ്റെ ആ ഒരു റാഗ്നിയർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു സമയം ലോക്കി പറയുന്നുണ്ട് നിന്റെ മൈൻഡ് പെട്ടെന്ന് തന്നെ ലോസ്റ്റ് ആകുന്നുണ്ട്, നീ ഇതെന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ, ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ റാഗ്നിയർ ഉപയോഗിച്ച് ഇമുവിനെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെ ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൻ്റെ ആഘാതത്തിൽ ഇമു ആണെങ്കിൽ ചന്ത് പതിക്കുന്നത് അതായത് നമ്മുടെ എൽബഫിൻ്റെ ആദം സ്ട്രീയിലാണ്. ഈ ഒരു ആദം സ്ട്രീയിൽ ഒട്ടിയിരിക്കുന്ന ഇമു ആണെങ്കിൽ കാണുന്നത് ലോക്കി അവൻ്റെ ആ നിദോക് ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. നിദോക് എന്ന് പറഞ്ഞുകൊണ്ട് നെട്ട് നിൽക്കുന്ന ഇമുയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ലോക്കി അവൻ്റെ ആ ഒരു തോർ ഹൈം എന്നുള്ളൊരു അറ്റാക്ക് ഇമുവിന് നേരെ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു അറ്റാക്ക് മുൻകൂട്ടി കണ്ട് ഇമു ആണെങ്കിൽ അവൻ്റെ കൈകളിലൂടെ ബ്ലാക്ക് ഫ്ലെയിംസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലോക്കി ആണെങ്കിൽ അവൻ്റെ ആ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ബീം നമ്മുടെ ഇമുവിന് നേരെ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം ഇമു ആണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഫ്ലെയിം വെച്ച് ആ ഒരു അറ്റാക്കും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇമു ഇങ്ങനെയാണ് പറയുന്നത് അവസാനം നീ വന്നു അല്ലേ നിദോക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. അതായത് ഇത്രയും അറ്റാക്കൊക്കെ കൊണ്ടിട്ടും ഒരു കൂസലില്ലാതെ ചിരിച്ചുകൊണ്ടുള്ള ഒരു പാനലിലൂടെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ബ്രേക്കാണ്, അതായത് ഓടയുടെ ബ്രേക്ക് അല്ല മാഗസിൻ ബ്രേക്കാണ്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് നമുക്ക് അടുത്ത ചാപ്റ്റർ കിട്ടുന്നത്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആനിമി